പരിഹരിക്കണം. അല്ലാതെ ഉടനെ നമ്മൾ പറയുന്നത് എനിക്കോ അടിക്കാനൊത്തില്ല, അവനെങ്കിലും അടിക്കട്ടെ, ഒക്കുന്നെങ്കിൽ എൻ്റെ വണ്ടിക്കകത്ത് വിറക് മുട്ടിയുണ്ട്, അതുകൂടെ ഞാനെടുത്ത് തരാം, ഞാൻ പോയിരുന്ന് പ്രാർത്ഥിച്ചോളാം അടിയുടെ ആയം കൂടാൻ. അല്ലല്ലല്ലല്ല, യഹൂദയെ പോലെ നിൽക്കണം. ഒന്നുകൂടെ വാക്യം വായിച്ചേ, നിങ്ങളെ മൈക്ക് കൂടെ ഒന്ന് വായിച്ചു തരാമോ? വായിച്ചേ, വായിക്കേ. 37:26 അപ്പോൾ യഹൂദ തന്റെ സഹോദരന്മാരോട് നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചിട്ട് അവന്റെ രക്തം മറച്ചിട്ട് എന്തുപകാരം? വരുവീൻ നാം അവനെ ഇശ്മായേല്യർക്ക് വിൽക്കുക. നമുക്ക് അവനെ വിൽക്കാം, അവനെ കൊല്ലരുതെന്ന് പറഞ്ഞ് ആ പ്രശ്നം യഹൂദ പരിഹരിച്ചു. പ്രശ്നം പരിഹരിക്കുന്നവനെ ദൈവം ആദരിക്കും. പ്രശ്നം ഉണ്ടാക്കുന്നവൻ അവസാനം കടന്ന് അതാരാ വെള്ളം കുടിക്കുന്നു പറഞ്ഞേ, കുടിച്ച നല്ല പ്രയോഗമാണ്. സ്തോത്രം. പ്രശ്നം പരിഹരിക്കുന്നവനെ ദൈവം ഓർക്കും, ദൈവം ആദരിക്കും. പഴമക്കാര് പറമ്പില് എരുതിക്കകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നവൻ മനസ്സിലാകുന്നുണ്ടോ? അമ്മായിയമ്മ മരുമകളൂടെ അഭിപ്രായ വ്യത്യാസം വന്നു. പാസ്റ്ററുടെ ഭാര്യ അല്ലെങ്കിൽ പാസ്റ്റർ അല്ലെങ്കിൽ കൂട്ടുവിശ്വാസി അവിടെ ചെന്ന് കുറച്ചുകൂടെ ആട്ടിയ എണ്ണ ഒഴിച്ചു കൊടുത്തേച്ച് പോരുകയല്ല. തള്ളയോട് എന്ന് പറയും, ഒട്ടും വിടരുത്, അമ്മാമ്മയുടെ പേരിലല്ലേ വസ്തു വീടും, എൻ്റെ പേരില്ല. എന്നാ പിടിച്ച പിടി അവളെ കട്ടകാരം മുള്ളിൻ്റെ പുറത്ത് നിർത്തണം. കട്ടകാരം മുള്ളെന്ന് പറഞ്ഞൊരു മുള്ളുണ്ട്. അറിയാമോ അനുവിന് കട്ടകാരം മുള്ള്? അതൊക്കെ ചിലപ്പം മിക്കവാറും അനുഭവിക്കേണ്ടി വരും. പിന്നെ അമ്മായിമ്മയ്ക്ക് പൂള് വെച്ച് കൊടുക്കുകയല്ല, അമ്മായിമ്മയോട് പറയണം, കൊച്ചമ്മേ മരുമകളാ എന്നാലും മോളെ പോലെ കരുത്, അവിടെ ജീവിതത്തിൽ അപാകതയോ പാളിച്ചയോ ഉണ്ടെങ്കിൽ ക്ഷമിക്ക്, കർത്താവ് നമ്മളോട് എന്തെല്ലാം ക്ഷമിച്ച് കൊച്ചമ്മ അങ്ങ് ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു പാട്ട എണ്ണയായിട്ട് എന്നേച്ച് മരുമകളോട് ചെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെ. മരുമകളോട് ചെന്ന് പറയണം, മോളെ ഭർത്താവിൻ്റെ അമ്മയാ, നീ ഭർത്താവിനെ കാണാൻ തുടങ്ങിയത് അവന് മീശ വന്നേ പിന്നെ കല്യാണാലോചനയ്ക്ക് വന്നപ്പോഴേ മൂക്കിന് താഴെ കട്ടമീശ വന്നപ്പോഴാ ജോയിക്കുട്ടീനെ നീ കണ്ടത്. പക്ഷെ അമ്മ അങ്ങനല്ല. അമ്മ അവൻ മുട്ടയിലണിഞ്ഞ് തന്നപ്പം ഞാൻ ഓപ്പണായിട്ട് പറയാം, പഴയ ഭാഷയാണ്, നിങ്ങൾ എല്ലാവരും പറയും സ്റ്റാൻഡേർഡിൽ നിന്ന്. മൂക്കട്ട ഒലിച്ചപ്പോൾ അമ്മ അത് പിടിഞ്ഞ് തൂത്തതാ അമ്മ. മൂക്കട്ട എന്ന് പറഞ്ഞപ്പോൾ ആർക്കും മൂക്കട്ടയില്ല, പിന്നെ ഞാൻ പനിനീരാന്ന് ഇറങ്ങി വരുന്നത്. അമ്മേ, നീ അവന്റെ മൂക്കിന് താഴെ നല്ല കട്ടമീശ വെച്ചപ്പോഴാണ് നീ അവനെ കണ്ടത്. എന്നാൽ അമ്മ അങ്ങനല്ല. ആ ജോലിയും തിരക്കും ബന്ധപ്പാടും ഒക്കെ ഉള്ളപ്പോഴും കുഞ്ഞ് മൂക്കിൽ കൂടെ പനി വന്നപ്പം അമ്മ ഇടംബലം നോക്കില്ല, അന്നേരം പിടിഞ്ഞു കളഞ്ഞ് ചട്ടയോ ചുരിദാറോ സാരിയോ തത്തുല്യമായ വസ്ത്രത്തിൽ അന്നേരം അമ്മ അങ്ങ് തൂത്തു. അതാ അമ്മ. അത് മരുമകളോട് പറഞ്ഞു കൊടുക്കണം, മോളെ അമ്മയെ നീ ബഹുമാനിക്കണം, അമ്മയെ നീ ആദരിക്കണം. പുസ്തകത്തിലെ വാക്യവും അങ്ങനെ. പ്രായമുള്ളവരല്ലേ, ചിലപ്പോൾ പിടിവാശിയോ ശുണ്ടിയോ കടുംപിടുത്തമൊക്കെ കാണും. പഴയ ആൾക്കാരല്ലേ, നീ അങ്ങ് ക്ഷമിക്കേ. ഇനി ഇരുന്ന കാലത്തോളം കൊച്ചമ്മ ഇരിക്കത്തില്ലല്ലോ, ഇതാ പറഞ്ഞു കൊടുക്കണ്ടേ. അല്ലാതെ അവളോട് എന്ന് പറയാ, നീ ഭർത്താവുമായിട്ട് പെട്ടെന്ന് ഫ്ലാറ്റ് എടുത്ത് മാറിക്കോണം, പൂള് വെച്ച് കൊടുക്കുക. തള്ളയുടെ കൂടെ ഒരു രാത്രി പോലും നീ അന്തി ഉറങ്ങരുത്. നമ്മുടെ ഒരാൾക്ക് കല്യാണം നടത്തിയപ്പോൾ ഭാര്യയുടെ വീട്ടുകാർ പറഞ്ഞു, പേര് ഞാൻ പറയുന്നില്ല, ബാബുക്കുട്ടി എന്നല്ല, ഞാനങ്ങ് പേരിടുക, ബാബുക്കുട്ടി, ഇവളെ ഒറ്റ രാത്രി പോലും നിന്റെ വീട്ടിൽ താമസിപ്പിക്കരുത്, അങ്ങനുണ്ടെ കല്യാണം കഴിച്ചു തരാം. അങ്ങനുണ്ട് നല്ല വിവാഹ ബന്ധം. ഒരിക്കൽ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഏതായാലും ബാബുക്കുട്ടി ആ വാക്ക് ഇന്ന് വരെ പാലിച്ചു. ബാബുക്കുട്ടിയുടെ മൂത്ത മോനും കല്യാണം കഴിച്ച് അവനും 2 കൊച്ചായി. ഇന്ന് വരെ അവളെ ബാബുക്കുട്ടിയുടെ വീട്ടിൽ ഒരു ദിവസം പോലും സ്തോത്രം എരുതിക്കാത്ത എണ്ണ ഒഴിക്കുകയല്ല, നീ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം. ഒരു പ്രശ്നം നിന്റെ അറിവിൽപ്പെട്ടാൽ, ഒരു വിഷയം നിന്റെ അറിവിൽ കേട്ടാൽ അത് പരിഹരിക്കണം. അല്ല, യഹൂദ കയറി പരിഹരിച്ചു. യഹൂദ പറഞ്ഞു, അയ്യോ ഒന്നും ചെയ്യരുത്, അവൻ നമ്മുടെ സഹോദരനാ, ഒന്നും ചെയ്യരുത്, തല്ലുകാൻ കൊല്ലുകൊന്ന് മറ്റൊരു കാര്യം ചെയ്യും, നമുക്കങ്ങ് വിൽക്കാം, അത് മതി, ഉപദ്രവിക്കരുത്. അയ്യോ നമ്മളല്ല ഒരു അപ്പൻ്റെ കുഞ്ഞുങ്ങളാ, ഉപദ്രവിക്കരുത്.
ആത്മിക പാഠം, ഞാനും നിങ്ങളുമെല്ലാം ഒരു പിതാവിന്റെ മക്കളാണ്.